നല്ല ചൂട് പറക്കണ മന്തിയും അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് മസാല ഷവായയും കൂടി സോസിൽ മുക്കി ഇങ്ങോട്ട് കഴിച്ചാൽ ഹോ പറഞ്ഞിട്ടുണ്ട് നാവിൽ വെള്ളം വരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മന്തിക്കൊതി വരാറുണ്ടോ? എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ മന്തി ഉണ്ടാക്കാമെന്നേ. വായു റെസിപ്പി കാണിച്ചു തരാം. ഞാനിവിടെ 1 കിലോ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മിയിട്ട് അതിൻ്റെ സ്റ്റാർച്ച് ഒഴിവാക്കിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. അത് 1-2 മണിക്കൂർ വേണമെങ്കിൽ വെക്കാം. 2 മണിക്കൂറിന് ശേഷം അരി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുക. കൂടെ ഉപ്പ്, പിന്നെ സൺഫ്ലവർ ഓയിൽ, പട്ടാപ്പൂ, ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിടുമ്പോൾ കുറച്ച് അധികം ഉപ്പിടണം, കാരണം അരി നമുക്ക് ഡ്രെയിൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അരിയിൽ ആ റൈസിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഉപ്പിടണം. റൈസ് അവിടെ നിന്ന് കുക്കാകുന്ന സമയം നമുക്ക് റൈസിലേക്കുള്ളത് അരിഞ്ഞു വെക്കാം. 1/2 ഒണിയൻ, പിന്നെ 1/2 ടൊമാറ്റോ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പട്ടാപ്പൂവ്, ഏലക്ക, പിന്നെ കുരുമുളക്, പിന്നെ ചെറിയ ജീരകം, സജീരകം, ഡ്രൈ ലെമൺ, ഇത്രയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ക്യാപ്സിക്കവും മല്ലിച്ചപ്പും പുതിനയും കൂടെ ഉള്ളത് വേണം. പിന്നെ മന്തി മസാല ഓപ്ഷനാണ്, വേണമെങ്കിൽ എടുക്കുക. പിന്നെ മാഗി ക്യൂബ് അത് മസ്റ്റാണ് കേട്ടോ. നമ്മളിതൊക്കെ അരിഞ്ഞു വെച്ചപ്പോഴേക്കും നമ്മുടെ റൈസ് ഇതാ കുക്കായിട്ടുണ്ട്. ഒരു 90% കുക്കായാൽ മതി. കുക്കായതിനു ശേഷം ഇത് ഡ്രെയിൻ ചെയ്തിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് അടുപ്പത്തൊരു ചട്ടി വയ്ക്കുക. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് സോട്ടായിട്ട് വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളി, പിന്നെ നമ്മളെടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക. അത് എണ്ണയിൽ കിടന്നിട്ട് നല്ലോണം വാടട്ടെ. അടി പിടിക്കാതെ നോക്കണം, പിന്നെ കരിഞ്ഞു പോകരുത്. ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് സോട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന അരിഞ്ഞു വെച്ചതും ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് കുക്കായിട്ട് വന്നാൽ നമുക്ക് മാഗി ക്യൂബ് എടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ, അതിൽ 1 ക്യൂബോ 2 ക്യൂബോ ഇട്ട് കൊടുക്കുക. ഞാൻ മാഗി ക്യൂബ് നമ്മൾ സ്പൂണിനെ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണേ. എന്നിട്ട് പിന്നെ ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലാട്ടോ ഇളക്കണ്ടേ. കണ്ടില്ലേ, മസാല ഈ ഒരു രീതിയിൽ സോട്ടായതിനു ശേഷം ഇതിൽ നിന്ന് 1/2 എടുത്ത് വയ്ക്കുക. 1/2 മസാലയും ഓയിലും കൂടെ മിക്സായിട്ട് എടുത്ത് വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുക. 1/2 ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എടുത്ത് വെച്ച ആ സോട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസും ഓയിൽസും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ മന്തി മസാല ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുകളിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു യെല്ലോ കളറിന് വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ഫുഡ് കളർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. റെഡ് കളർ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് വേണമെങ്കിൽ സ്മോക്ക് ചെയ്യുക, അതും ഓപ്ഷണലാണ്. അത് സ്മോക്ക് വരുന്ന സമയത്ത് വേഗം അടച്ച് വയ്ക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ്സ് അങ്ങനെ ചെറിയ തീയിൽ കിടക്കട്ടെ. 15 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ അരി പൊട്ടാതെ നോക്കണം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊട്ടി കൊടുത്താൽ മതിയേ. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഹോം മെയ്ഡ് മന്തി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് എടുക്കുക, സെർവ് ചെയ്യുക. നല്ല ചിക്കനോ മട്ടനോ ഒക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺഡ് മൈ ഡിയേഴ്സ്.